രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു തലമുറ കണ്ട ബാപ്പുജി, ചാച്ചാജിയെ നേരിട്ട് കാണാത്ത നമ്മുടെ കുട്ടികളുടെ തലമുറയ്ക്ക് ചാച്ചാജി. ഇതൊക്കെയായിരുന്നു ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെട്ടിരുന്ന APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിന്റെ സമാധി സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പ്രധാനമന്ത്രിമാർ മുതൽ മുഖ്യമന്ത്രിമാർ വരെയുള്ളവർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഒരു കല്ലുപോലും ഇന്നുവരെ എടുത്തു വയ്ക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാം ചരമവാർഷികത്തിൽ നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ച. എന്തായാലും കലാമിനെ സ്മരിക്കാതിരിക്കാൻ നമുക്കാവില്ല. എന്താണ് അങ്ങയുടെ കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമായ ഓർമ്മ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ അധ്യാപകനായ ശിവസുബ്രഹ്മണ്യയ്യരെ ഓർക്കുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ്സിൽ വെച്ച് പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നതെന്ന് പഠിപ്പിച്ചു തന്നു. അതിനുശേഷം അദ്ദേഹം രാമേശ്വരം കടപ്പുറത്ത് കൊണ്ടുപോയി അതിൻ്റെ യഥാർത്ഥ കാഴ്ച ഞങ്ങളെ കാട്ടിത്തന്നു. പറക്കമുറ്റാത്ത പ്രായത്തിൽ അബ്ദുൽ കലാമിന് ലഭിച്ച ഈ കുഞ്ഞു ചിറകുകളാണ് അഗ്നിച്ചിറകുകളായി അബ്ദുൽ കലാമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഒരു രാജ്യത്തെ ജനങ്ങളുടെയും അവിടുത്തെ കുരുന്നുകളുടെയും മൂല്യവർദ്ധനയ്ക്കായി രാജ്യം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഓടിച്ചാടി നടന്ന കലാം തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കുട്ടികളെ ലക്ഷ്യബോധമുള്ളവരാക്കാൻ, അവരെ വെറുപ്പ് ഉപേക്ഷിക്കാൻ പഠിപ്പിക്കലാണ് ഏറ്റവും പ്രധാനം എന്ന്. സമുദായവും മതവും വ്യക്തികളും ഒന്നും രാഷ്ട്രത്തെക്കാൾ വലുതല്ല. രാജ്യം മുഴുവൻ ഒരു പകർച്ചവ്യാധിയായി പടർന്നു പിടിച്ചിരിക്കുന്ന അഴിമതി ഇല്ലാതാക്കാനും അദ്ദേഹം ഒരു സൂത്രവാക്യം കണ്ടുപിടിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൃഷ്ടിയിൽ 3 പേർക്കാണ് അഴിമതി ഇല്ലാതാക്കാനാവുക: അച്ഛൻ, അമ്മ, പ്രാഥമിക വിദ്യാലയത്തിലെ അധ്യാപകൻ. ഒരിക്കൽ ഗുജറാത്ത് സന്ദർശിക്കുന്ന വേളയിൽ വഡോദര സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി കലാമിനോട് ചോദിച്ചു, എങ്ങനെ സ്മരിക്കപ്പെടാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ആദ്യം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, പിന്നീട് കോടിക്കണക്കിന് ജനങ്ങളിൽ പുഞ്ചിരി എത്തിച്ചയാളായിട്ട്. അതിനുവേണ്ടി ഞാൻ യത്നിക്കും. കലാമിൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ കൃത്യമായി അതുതന്നെ കാണിച്ചു തന്നു. ഇന്ത്യക്ക് തലസ്ഥാനമേ ഉള്ളൂ, തലയില്ല എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിനെ രണ്ടാമതൊരിക്കൽ കൂടി രാഷ്ട്രപതിയാക്കാൻ തലസ്ഥാനത്തുള്ള നമ്മുടെ പല തലകളും സമ്മതിച്ചില്ല എന്നുള്ളതാണ് കഷ്ടം. എങ്കിലും APJ അബ്ദുൽ കലാം നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടാകും. അത് അദ്ദേഹം പകർന്ന ജീവിത വഴിത്താരകളിലൂടെയാണ്.